ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ കുറ്റസമ്മതം നടത്തി പ്രതി CM സെബാസ്റ്റ്യൻ. കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം അറിയിച്ചത്. ബിന്ദുവിനെ താൻ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ മൊഴി നൽകിയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യനെ പ്രതി ചേർത്തതെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. അശ്വിൻ പാലാഴി ചേർത്തലയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. പറയശ്വിൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം ഏകദേശം ഒരു 14 ദിവസക്കാലം സെബാസ്റ്റ്യൻ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായിരുന്നു. അത് ജൈനമ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലായിരുന്നു. ആ ചോദ്യം ചെയ്യലിനിടെയാണ് ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെയും താൻ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് നടത്തുന്നത്. ആ ചോദ്യം ചെയ്യലിൽ നൽകിയ വിവരമാണിപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ചേർത്തല കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളുള്ളത്. അതിൽ വിശദമായ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇത് ചേർത്തല ബേസ് ചെയ്ത് മാത്രമുള്ളൊരു കൊലപാതക പരമ്പരയല്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനും ബിന്ദു പത്മനാഭനും ചേർന്ന് പലയിടങ്ങളിലായി യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കോട്ടയം, എറണാകുളം, ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങൾ. അതിന് പുറമെ സംസ്ഥാനത്തിന് പുറത്ത് കുടക്, കോയമ്പത്തൂർ, വേളാങ്കണ്ണി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ക്രൈംബ്രാഞ്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലേക്ക് കൂടി ഈ സെബാസ്റ്റ്യനുമായുള്ളൊരു തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിൽ, അതായത് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ 6 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. 6 ദിവസവും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഈ 6 ദിവസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയി തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു നിർണായക വെളിപ്പെടുത്തലാണ് ഇത്രയും വലിയൊരു കുറ്റസമ്മതത്തിലേക്ക് സെബാസ്റ്റ്യനെ കൊണ്ടുപോയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.